ഹായ് ഹലോ എവർക്കും രണ്ടാം വിഷു ആശംസകൾ. ഇപ്പം ഞങ്ങളിതാ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കണിയൊക്കെ കണ്ടതിന് ശേഷം ഞാനും പാലസും ഹസ്ബൻഡും കൂടെയാണ് അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ പാവപ്പാറ അമ്പലത്തിലാണ് പോകുന്നത്. ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. റോട്ടിൽ നിന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല, ഫുൾ വണ്ടിയായിരുന്നു. നിങ്ങൾക്കറിയാലോ, നമ്മുടെ വിശേഷ ദിവസങ്ങളൊക്കെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാവപ്പാറ അമ്പലം ഫോട്ടോഷൂട്ടിന് അടിപൊളി അമ്പലമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. രാവിലെ തന്നെ പാലൂസ് വിചാരിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരുപാട് ആൾക്കാരെയും കാണുന്നുണ്ട്. അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ അമ്പലത്തിൻ്റെ വീഡിയോസും നമ്മൾ അമ്പലത്തിൽ വന്ന വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നേരെ നമ്മൾ പോകുന്നത് കുളത്തിലേക്കാണ്. കാലം കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. പിന്നെ ഒരുപാട് പുറത്തു കൂടെ കറങ്ങി വന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ വന്നവർക്കറിയാം, ഞാനിട്ട മുന്നേ വീഡിയോയിലും ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാവുപ്പാറ കുളത്തിൻ്റെ മുഴുവൻ വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഏകദേശം ശിവൻ്റെ കാലടയാളം നമുക്ക് അതേ രീതിയിൽ തന്നെ മനസ്സിലാവും മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് നമ്മളെ വിഷുക്കണി വെച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന ആ ഒരു ഫ്രണ്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ആ പാലൂസിനെ അവിടെ വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ പാലൂസ് സമ്മതിച്ചില്ല കേട്ടോ. എല്ലാവരും ക്യൂ നിന്നിട്ടാണ് പ്രസാദം മേടിക്കുന്നത്. പിന്നെ ഞാൻ പാലൂസിനെ എടുത്തതും കൊണ്ട് എനിക്ക് നേരത്തെ തന്നെ ലൈൻ നിൽക്കാതെ കിട്ടിയിരുന്നു, അത്രയും തിരക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ വല്യേച്ചിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് രണ്ടാം വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ. ഇവിടെ ബിരിയാണി ആയിരുന്നു, പോരാത്തതിന് സാദാ ചോറും സാമ്പാറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വിഷു ആഘോഷിക്കാനായിട്ട് ഇവിടെയായിരുന്നു വന്നത്. അപ്പോൾ അവർ തിരിച്ചു പോവാണ് ഇന്ന്. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ പോയത് സ്റ്റേക്കുട്ടീൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ പോയി ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കൊച്ചു വിഷു ഡേയ്സ് കടന്നു പോയത്. നിങ്ങളുടേത് എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻ്റ് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ.